ഫോൺ വിളിച്ചെടുക്കൊന്നും വയ്യാളിയന്. കണ്ടില്ലടാ, ഒരു ദിവസം 1000 വെച്ച് വരയല്ലേ. അല്ല ഇനിയിപ്പോ എന്താണ്, ഈ വീഡിയോ ഒന്നും എടുക്കാൻ പ്ലാൻ ഇല്ലേ? അതാ ഇനി സിനിമയിൽ തന്നെ കിടന്ന് ഓടാനുള്ള പരിപാടിയാണ്. എന്റെ ഷെഡ്യൂൾ ഫുള്ള് ഞാൻ മാറ്റി വെച്ചു. നെക്സ്റ്റ് വീക്ക് മുതൽ വീഡിയോ എടുക്കും. ഷെഡ്യൂളാ? സിനിമയിലൊക്കെ എങ്ങനെയാണ്? അല്ല നിന്റെ സംസാരം കേട്ടതൊന്നും എനിക്ക് തിരക്കില്ലെന്ന്. എനിക്കും തിരക്കൊണ്ടാ. ഞാൻ ഇന്ന് മുംബൈ ആണെങ്കിൽ നാളെ ഹൈദരാബാദ്, നാളെ ഹൈദരാബാദ് ഇന്ന് മുംബൈ. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? ഞാൻ വിളിച്ചാ വേറൊന്നുമല്ലടാ, ചില കാര്യങ്ങളൊക്കെ പറയാന്ന് വെച്ചു. സുഹൃത്തല്ലേ, എന്നെ മൗലി വിളിച്ചു. ഏത് പള്ളിയിലെ മൗലിയാ? മൗലിയരല്ല, പിന്നെ രാജമൗലി. ബാഹുബലി 4 ആണല്ലേ. എന്നെ ഒഡീസി 2 അഭിനയിക്കാൻ വിളിച്ചു. ഇത് ഒഡീസിയ ക്ലാസ്മേറ്റ് മറ്റേ ചെരുപ്പാണ്. തമാശക്ക് ഇപ്പോഴും ഉണ്ടല്ലേ? ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ് ബോളിവുഡിൽ നിന്നൊരു വിളി വന്നത്. ഏത് പടത്തിനാ? ദുരന്തർ 5. ഞാൻ പിന്നെ ഒരു ഇംഗ്ലീഷിന് ശേഷം ഒരു മലയാളം 2 അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു. ഉറുമി 2. പൃഥ്വിരാജിന്റെ മോനായിട്ടാ. നിനക്ക് ഹോളിവുഡിൽ നിന്ന് വിളി വന്നില്ലേ? എനിക്ക് വേറൊരു ഇൻഡസ്ട്രി, ടിബറ്റൻ ഇൻഡസ്ട്രി, അട്ടിപ്പൊളിയാണ്. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ള, പക്ഷെ അത് ഞാൻ വേണ്ടെന്ന് വെച്ചു. മുട്ട അടിക്കണോ? എടാ, ഞാനൊരു ഇന്തോനേഷ്യൻ പടം വിനായൻ സെറ്റ് കൊടുത്തിട്ടുണ്ട്. നീ പറ്റുമെങ്കിൽ ഒരു ക്യാമിയോ അതിൽ കയറി അടിച്ചോളാം. ഷാറൂഖ് ഖാനെ പരിചയപ്പെടുത്തി തരണോ? വേണ്ട, ആളുമായിട്ട് മിണ്ടിയതില്ലേ. സല്ലുബായി അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. സല്ലും ഷാറൂഖും അടിയൊന്നും ഉണ്ടാക്കത്തില്ല. നീ ആളെ വിളിച്ചോണ്ട് വാ. ആണ് നടക്കുന്നില്ല. സല്ലുബായിക്ക് ആ ശരീരം ഉണ്ടെന്നല്ലോ, ലോല ഹൃദയം അറിഞ്ഞോളാം പെട്ടെന്ന്. ആ നെഞ്ചി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടോ നീ? സംടൈംസ്. അതുപോലെ ഈ ഷാറൂഖ് ഖാൻ ഈ കാണുന്ന നടക്കൊന്നുമില്ല. എന്ന് പാടിയുണ്ടല്ലോ, ആളെ അപ്പോഴേ ഓടിങ്ങ് നമ്മൾ കെട്ടിപ്പിടിക്കുന്നു. നല്ല മനുഷ്യനാ, ഞാൻ അവനെ പരിചയപ്പെടുത്തി തരാം. നിന്റെ അങ്ങോട്ടുള്ള കരിയറിന് ഭയങ്കര ഉപയോഗം വരും. വേണോ? മതി. നീ ഭയങ്കര തള്ളായിട്ട് വരാണ് കേട്ടാ. പിന്നെ നീ ഒഡീസി എന്ന് പറഞ്ഞ ഇപ്പൊ ഇറങ്ങിയ പടത്തിൽ നീ എങ്ങനെ വരാനാണ്? നീ എന്തിറക്കാണ് എന്റെ മുന്നിൽ ഇറക്കുന്നത്? പിന്നെ നിന്നെ രാജമൗലി വിളിച്ചെന്ന് പറഞ്ഞതോ? ബാഹുബലി 4 രാജമൗലി അല്ല, രാജമൗലി. മൗലി സല്ലുബായി എന്ന് ഹിന്ദിയിൽ ആവോ ആവോ ജൽത്തി ആവോ എന്ന് പറഞ്ഞ പാട്ടല്ല. നിനക്ക് വേറെ എന്തെങ്കിലും അറിയാവോ? എനിക്കറിയാം, നിനക്ക് ഒരു മനുഷ്യനായിട്ട് നീ കോണ്ടാക്ട് ഇല്ല. സത്യത്തിൽ എനിക്കും ആരോടത്തും കോണ്ടാക്ട് ഇല്ല. എനിക്കതറിയാം. ഐ നോ. നമുക്ക് മലയാളം ഇൻഡസ്ട്രിയിലൊക്കെ സിനിമയൊക്കെ ചെയ്ത് ഇവിടത്തെ പരിപാടിയൊക്കെ നോക്കി അല്ലെ, പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എല്ലാം മലയാളത്തിൽ കിടന്നങ്ങ് അഴിഞ്ഞാണ്. ഈ വിനായകനൊന്നും നീ ഇന്തോനേഷ്യൻ പടം ഒന്നും കൊടുക്കല്ലേ? അജിന്റെ വിവരം ഉണ്ടോ? ദൃശ്യത്തിൽ കയറി അജിൻ. അപ്പൊ ആദ്യമേ ചത്ത് സന്ധ്യയായി.